നക്ഷത്രഗണത്തിലെ ആദ്യ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യമുള്ളവരാണ്. ബുദ്ധിസാമർഥ്യവും കഴിവും ഇവർക്ക് കൂടിയിരിക്കും. ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതരായ ഇവർക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിക്കാനും സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുക്കാനും അസാധാരണമായ കഴിവുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ഗംഭീരമായ മുഖഭാവം, വലിയ നെറ്റി, നീണ്ട മൂക്ക് തുടങ്ങിയവ ഇവരുടെ പ്രത്യേകതകളാണ്. തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം വന്നെന്ന് വരാം. പക്ഷേ ഇവർ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവക്കാരാണ്. ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് ഇവർ മാറുകയുമില്ല. മറ്റാരുടെയും സമ്മർദ്ദത്തിന് ഇവർ വഴങ്ങാറില്ല. എന്നാൽ സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യാനും സന്നദ്ധത കാണിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖിതരെ സമാധാനിപ്പിക്കാനും അസാധാരണമായ കഴിവ് ഇവർക്കുണ്ടാകും. പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ ഇവർ പരിഗണിച്ച് വരികയുമില്ല. ആചാരമര്യാദകൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും. സ്വന്തം കാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതികത്വം പുലർത്തും. യുക്തിക്ക് നിരക്കാത്ത ഒന്നും അംഗീകരിച്ചെന്ന് വരികയില്ല. നിരൂപണ ബുദ്ധിയോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർ പ്രകടിപ്പിക്കും. സാഹിത്യം, സംഗീതം, ചിത്രമെഴുത്ത്, വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ വാസനയുണ്ടാകും. ഇതിലേതെങ്കിലും പരിശീലനം നേടിയാൽ ഇവർ വിജയിക്കുകയും ചെയ്യും. ആശങ്കയും ആകുല ചിന്തകളും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവുണ്ടാകാം. കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കാര്യമായ പ്രയോജനം ഇവർക്ക് കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ സ്വന്തം പരിശ്രമം കൊണ്ട് ഇവർ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. സാമ്പത്തികമായി ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ ഇവർ അധികം വിജയിച്ചെന്നും വരില്ല. പ്രധാനമായിട്ടും ഇവരെ ഉദരരോഗങ്ങൾ, വാതം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കുന്നവരാണിവർ. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും ഇവർ ശ്രമിക്കും. ഏകദേശം 3.5 വയസ്സ് വരെ കൂടുതലായും രോഗപീഠകൾ ഉണ്ടാകും. അതിനുശേഷം 23.5 വയസ്സ് വരെയുള്ള കാലം ഇവർക്ക് നല്ല കാലമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് ശേഷം ഉള്ള കാലം അധ്വാന കൂടുതലും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും. പക്ഷേ ഈ കാലത്ത് ഭാവി ജീവിതത്തിന് ഉപകരിക്കുന്ന പലതും ചെയ്തു വെക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്നും വരാം. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ്. തുടർന്ന് ഉള്ള കാലത്ത് ധന അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ആരോഗ്യം അത്ര മെച്ചമായിരിക്കുകയില്ല. അതിനുശേഷം ഉള്ള കാലം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വരാവുന്ന കാലമാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേയെങ്കിലും അലട്ടുകയും ചെയ്യും. 64 വയസ്സിന് ശേഷം പൊതുവെ ശാന്തവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാഹചര്യമുണ്ടാകും.